ഹലോ നമസ്കാരം. എൻ്റെ ഫാൻറ്റസി ഹോം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലും ഓറഞ്ച് കൊണ്ടൊരു എന്താ പറയുക, ഒരു കിടിലൻ സാധനമാണ്. ഞാനൊരു ഇംഗ്ലീഷുകാരുടെ ചാനലിൽ കണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത് ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ജെലാറ്റിൻ പൗഡർ, ഒരു 3 ടീസ്പൂണ് ജെലാറ്റിൻ പൗഡർ ഇടുക. ജെലാറ്റിൻ പൗഡർ ഇട്ടിട്ട് കുറേ നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് കട്ട ജെല്ലായിട്ട് വരും. അപ്പോൾ നമ്മൾ അത് അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് ഇതാക്കണ്ട. നമ്മൾ കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ 3 ടീസ്പൂണ് ജെലാറ്റിൻ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്ത് വന്നാൽ നന്നായി, നമ്മൾ മുട്ടടിക്കണ മാതിരി നന്നായിട്ട് അങ്ങനെ കണ്ടു ഇതേമാതിരി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജെല്ല് രൂപമാകുമ്പോൾ അത് വാങ്ങി വെക്കുക. അതിന് ശേഷം നമ്മൾ പാല് നന്നായിട്ട് തിളപ്പിച്ച് ഇതാവണ്ട, ജസ്റ്റ് ഒരു ചൂടായി ഒന്ന് തിള വരാറായാൽ മതി. എന്നിട്ട് നമ്മൾ പാല് വാങ്ങി വെക്കണം. അതിന് ശേഷം നമ്മളൊരു വാട്ടർ ബോട്ടിൽ എടുക്കുക. ഇതേമാതിരി ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മുകൾ വശം ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം ഒരു 3-4 ഓറഞ്ച് എടുക്കാം നിങ്ങൾക്ക്. ഈ ഓറഞ്ചിൻ്റെ തോല് കളഞ്ഞ് വെക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് ഒരു ചെറിയൊരു കമ്പ് മാതിരി എടുക്കുക. കാരണം ഈ ഓറഞ്ച് കുത്തി ഇരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല ചെറിയൊരു വടി, ഈ പാലിലേക്ക് നമ്മൾ ഒരു 2-3 ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് അതിലേക്ക് പാലിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ ഈ ജെലാറ്റിൻ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയൊരു ചൂടാക്കുക. അധികം തിളയ്ക്കാൻ പാടില്ല, ചെറിയൊരു ചൂടാക്കിയിട്ട് ഇളക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബോട്ടിൽ കട്ട് ചെയ്ത് പഞ്ചസാര ഇടണം കേട്ടോ. 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തത് കേട്ടോ, മധുരം കിട്ടാനായിട്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം വേണമെങ്കിൽ എങ്ങനെ ചെയ്യിടാം. ഞാനൊരു നന്നായിട്ട് മധുരം കഴിക്കുന്ന ആളാണ്, അപ്പോൾ ഞാൻ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്നും പഞ്ചസാര എന്താ പറയുക, മെൽട്ടാവണ വരെ അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങി വയ്ക്കുക. അതിനുശേഷം ഈ ബോട്ടിലിൽ ഈ ഓറഞ്ച് തോല് കളഞ്ഞിട്ട് ഒരു ചെറിയൊരു കോലെടുത്തിട്ട് ഈ ഓറഞ്ച് അതിൽ കുത്തി ഇറക്കിയിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ നടുവിൽ ഇങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂടാക്കി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, ആ പാലൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അതിലൊഴിക്കുക. അപ്പോൾ ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കമ്പിലിരിക്കുന്ന ഓറഞ്ച് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഒരു ചെറിയൊരു എന്താ പറയുക, വള്ളി വെച്ചിട്ട് ഒരു ചരട് വെച്ചിട്ട് കെട്ടിയിട്ട് സെല്ലോ ടൈപ്പ് കൊണ്ട് മൂടി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഈ പാലൊഴിച്ചത് അതിലൊഴിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിലെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചത് ഫ്രീസറിലാണ്. അപ്പോൾ ഞാൻ 2 ഓറഞ്ച് കൂടി കട്ട് ചെയ്തിട്ട് 2 ഓറഞ്ചിലാണ് വെച്ചത്, കാരണം ഹൈറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മളത് പുറത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുട്ടിൻ്റെ മാതിരിയാണ് വരിക. നടുവിൽ മുട്ട നമ്മൾ വേവിച്ചിട്ട് നടു പൊളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, അതേ രൂപ കിട്ടുക. പക്ഷേ എനിക്ക് കിട്ടിയ ഓറഞ്ച് പൊട്ട ഓറഞ്ച് ആയതുകൊണ്ട് ഒരു എന്താ പറയുക, പാലിൻ്റെ ഭാഗം കഴിക്കും നല്ല ടേസ്റ്റാണ്, പക്ഷേ ഓറഞ്ച് നല്ല കനപ്പുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇതേമാതിരി ചെയ്തു നോക്കുക. അടിപൊളി സാധനം ചെയ്യുമ്പോൾ. പക്ഷേ ഒന്നത് ഈ ഓറഞ്ചിൻ്റെ ആണോ എന്ന് അറിയില്ല, കനപ്പ് വന്നു എനിക്ക്, ഓറഞ്ചിൻ്റെ ഒരു പൊട്ടൊരു കനപ്പ് വന്നു. പക്ഷേ പാലിൻ്റെ സൈഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റിയാണ്, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് കമൻസ് തരൂ കേട്ടോ. കാരണം ഈ ഓറഞ്ച് ഇപ്പോൾ വാങ്ങി കിട്ടണ ഓറഞ്ചൊക്കെ ഇതേമാതിരിയുള്ള ഓറഞ്ചൊക്കെ ഉണ്ടോ, കുരുക്കൾ കൂടുതലും ഇതേമാതിരിയാണ് വരിക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.